ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് രാവിലെ നമ്മൾ രാമായണ സത്രത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വില്ലൊടിച്ചത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഭഗവാന്റെ വില്ല് ഇപ്പം പോയി. വില്ലൊടിച്ച ഉടനെ ഭഗവാൻ വില്ലൊടിച്ചത് കണ്ടോ? വില്ലൊടിച്ച കാര്യം പറഞ്ഞ ഉടനെ മദൻ ഗോപാൽ വില്ലൊടിച്ചു. അല്ലേ? കൊള്ളാല്ലേ? ആള് വില്ലൊടിക്കാൻ എപ്പോഴും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അന്നേരം ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. രാവിലെ ഭഗവാൻ വില്ലൊടിച്ചെന്ന് പറഞ്ഞതാണ്. ഉടൻ തന്നെ ഭഗവാൻ വില്ലെടുത്ത് ഒറ്റേറി. ഓക്കെ, ഇനി ഒരു ഹനുമാൻ സ്വാമിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നല്ലേ? അടിയൻ ഹനുമാൻ ദാസൻ. നമ്മുടെ മദൻ ഗോപാലിൻ്റെ ദാസനായിട്ട് അടിയനും റെഡിയാണ്. ഇത് കണ്ടില്ലേ? ഗദ. നമ്മൾ രണ്ടുപേരും കൂടി ഇനി യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. കൊള്ളാവാ? നമ്മളെ മദൻ ഗോപാൽ മാത്രമല്ല, ഹനുമാനിൻ്റെയും കൂടെ ഇവിടെ. അതുകൊണ്ട് എന്തോ ബ്രോ? ഏത് ബാഗാ? അത് ഞാൻ പുറത്തിട്ടായിരുന്നു. കളഞ്ഞു, സോറി. അത് വേണമായിരുന്നോ? അന്നേരം രാവിലെ എങ്ങനെയുണ്ട് കഥ? സൂപ്പർ അല്ലേ? യെസ്. അന്നേരം രാവിലെ ഇപ്പോൾ രാവിലത്തെ കാര്യം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഉടനെ വില്ലെടുത്ത് താരോട്ടിട്ട്. അന്നേരം രാവിലെ നമ്മൾ ഭഗവാൻ അല്ലെ, മദൻ ഗോപാൽ ഒറ്റയ്ക്കായിട്ട് പറ്റത്തില്ലല്ലോ അല്ലേ? ഹനുമാനും കൂടെ വേണ്ടേ? ഹനുമാൻ സ്വാമി എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കാം. നല്ല ജോഡിയല്ലേ നമ്മൾ രണ്ടുപേരും? അന്നേരത്തേക്ക് രാവിലെ നമ്മൾ ഭഗവാൻ വില്ലൊടിച്ച കാര്യമൊക്കെ ചർച്ച ചെയ്തു. ഇങ്ങനെ കഥ പറയാൻ നല്ല രസമാണ്. ഇങ്ങനെ കഥ പറയാൻ നല്ല രസമാണ്. ഹനുമാൻ സ്വാമി ഉള്ളിയിരിക്കുന്ന പോലെ തോന്നും. അന്നേരത്തേക്ക് രാവിലെ നമ്മൾ ഭഗവാൻ വില്ലൊടിച്ച കാര്യമൊക്കെ ചർച്ച ചെയ്തു. എന്നിട്ട് സീതാസമേതനായിട്ട് സീതാദേവിയും ബാക്കി ലക്ഷ്മണ ഭരത ശത്രുഘ്നനുമായിട്ടുള്ള വിവാഹമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ഏറ്റവും ശുഭമുഹൂർത്തത്തിൽ ആ ഒരു വിവാഹമൊക്കെ നടക്കുകയാണ്. നല്ല രസമായിരുന്നു അല്ലേ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിൻ്റെ നാടകമൊക്കെ ഇവിടുത്തെ ബോയ്സ് നടത്തും. അതിലുണ്ടാക്കിയ ഗതയാണിത്. അത് കണ്ടപ്പോൾ ഒന്ന് എടുക്കാനായിട്ട് തോന്നി. അങ്ങനെ രാവിലെ നമ്മൾ കഥയിൽ ഭഗവാൻ ഇങ്ങനെ വില്ലൊടിച്ചത് എന്നതിനൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം ഭഗവാന്റെ വിവാഹം കഴിയുകയാണ്. അങ്ങനെ ഭഗവാൻ അതിനുശേഷം സീതാദേവിന് വരുന്നതേ ഉള്ളൂ. നമ്മൾ സീതാദേവി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ സീതാവിരഹത്തിലാണ് ഭഗവാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ഇനി സീതാദേവി കണ്ടുപിടിക്കുക എന്നതാണ്. കണ്ടില്ലേ? മുഖത്തൊരു വിഷമം കണ്ടില്ലേ? സീത എവിടെയാണെന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനിനി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് മിക്കവാറും ഇനി 3-4 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കും. ജഡീകൃതേ തഥാ ലോകേ രാമേ വരധനുർധരേ ദുർവി. അങ്ങനെ ജമദഗ്നി പുത്രൻ ഭാർഗവരാമനെ പറഞ്ഞയക്കുകയാണ് ഭഗവാൻ. ആ വില്ല് വിഷ്ണു ചാപം കുലച്ചുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. ശ്രീരാമ ഭഗവാൻ ആരാണ് എന്നതിനെക്കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഇത് ചർച്ച ചെയ്യാം.
ഇനി ഒരുപാട് സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളാണ് 77ാമത്തെ സർഗത്തിൽ പറയുന്നത്. അങ്ങനെ ആദ്യത്തെ കാണ്ഡം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബാലകാണ്ഡം കഴിഞ്ഞു. ഇനി അയോധ്യാകാണ്ഡമാണ്. അങ്ങനെ ശ്രീരാമ ഭഗവാനെ പട്ടാഭിഷിക്തനാക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയാണ്. അങ്ങനെ വലിയൊരു ആഘോഷം തന്നെ നടക്കുകയാണ്. ശ്രീരാമ ഭഗവാൻ തിരിച്ചെത്തുകയും ആ ആദ്യത്തെ കാണ്ഡത്തിലെ ബാലകാണ്ഡത്തിലെ അവസാനത്തെ സർഗം സീതാസമേതനായിട്ട് ഭഗവാന്റെ സന്തോഷ ദിവസങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാണ്ഡം. ഈ അയോധ്യാകാണ്ഡത്തിൽ ആദ്യത്തെ ശ്രീരാമ ഭഗവാന്റെ ആ ഒരു വീര്യവും ശൗര്യവും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇനി മുന്നോട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭഗവാന്റെ ഒരു കീർത്തനം വെച്ച് ആരംഭിക്കാം. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസക രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസക രാമ 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 രാമ. എല്ലാവരും ചിരിക്കുക. ഹനുമാനും കൂടെ വേണ്ടേ? രാമ ഒറ്റയ്ക്ക് പാടില്ലല്ലോ അല്ലേ? കൂട്ടത്തിൽ ഹനുമാൻ സ്വാമിയുടെ പാത പിന്തുടരുന്ന ആരെങ്കിലും വേണ്ടേ? രാമ 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 രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസക രാമകൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസക രാമ 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 രാമ. ഇത് ഹനുമാൻ സ്വാമിയുടെ കഥയാണ് അല്ലേ? കൊള്ളാം അല്ലേ? ഓക്കെ, എന്താ നല്ല ഭംഗി നോക്ക്. രാമ 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 രാമ
रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। सीताराम सीताराम भज प्यारे जय सीताराम। सीताराम सीताराम भज प्यारे जय सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाघाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितं च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने। नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने। नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पङ्गुं लङ्कायितं यत्कृपातमहं वन्दे ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യവിശ്വം ഹരി ഓം തത്സത്. അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം, ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രമൂർത്തിയെ പട്ടാഭിഷേകം ചെയ്ത് ഭഗവാനെ സിംഹാസനത്തിലിരുത്താനുള്ള തീരുമാനമൊക്കെ ചെയ്തിരുന്നു. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്തു. അതിന് മുന്നോടിയായിട്ട് എല്ലാവിധ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അയോധ്യ മുഴുവൻ വലിയൊരു സന്തോഷത്തിലാണ്. കാരണം ശ്രീരാമചന്ദ്രമൂർത്തി പട്ടാഭിഷിക്തനാകാൻ പോവുകയാണ്. ആ സമയത്ത് മന്ധര വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മന്ധര മന്ത്രം ജപിച്ചു അല്ലേ? ആ ഒരു നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കൈകേയിയുടെ മനസ്സിൽ വിഷം കയറ്റാൻ മന്ധര വിജയിച്ചു. ഭഗവാനെതിരെ പല തെറ്റായിട്ടുള്ള വചനങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം ആ ഒരു മന്ധര എന്നിട്ട് കൈയെടുത്ത് പറയുകയാണ്, നീ ഇവിടെ സന്തോഷിച്ചിരുന്നോ? നീ അറിയുന്നില്ലേ കാര്യങ്ങളൊക്കെ? രാമൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ കൈകേയിക്ക് വലിയ സന്തോഷമായി.
ആഭരണാദികളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇന്നാ നീ പിടിച്ചോ, നീ ഇത്രയും നല്ലൊരു സന്തോഷ വാർത്തയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടൻ തന്നെ മന്ദര അതെടുത്തിട്ട് ദൂരെ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആർക്ക് വേണം നിൻ്റെ ഈ ഒച്ചാനം അല്ലേ? നിനക്ക് നീ വരുന്ന അപകടത്തെ നീ അറിയുന്നില്ലേ? ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ നീ എപ്പോഴും ദാസി തന്നെ ആയിരിക്കും. ഭരതനാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മന്ദര ഒരുവിധം കൈകേയിയെ കൈക്കലാക്കുകയാണ്. അതിനെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ആ കൈകേയിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ദ്വേഷമില്ലായിരുന്നു ഭഗവാനെതിരെ, വിരോധമോ അസൂയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഭഗവാൻ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാമായണം മുന്നോട്ട് നടക്കേണ്ടത് അല്ലേ? നല്ല ശക്തമായിട്ടുള്ളൊരു കാരണമില്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ രാക്ഷസന്മാരെ വധിക്കില്ല. അത് കാരണം നല്ല ശക്തമായിട്ടുള്ളൊരു കാരണം തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ കാട്ടിൽ പോയേ പറ്റൂ. അങ്ങനെ കാട്ടിൽ പോകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ വേണം. അതിന് ദേവന്മാരെല്ലാം സരസ്വതി ദേവി എടുത്ത് പറഞ്ഞ് സരസ്വതി ദേവി ആ മന്ദരയുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ നാവിലൂടെ ആ അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നടക്കുന്ന കാര്യങ്ങളെല്ലാം, അധിക്ഷേപ വാക്കുകളെല്ലാം, അതിനെല്ലാം കാരണം സരസ്വതി ദേവിയൊക്കെ ആണോ? അല്ല. ഇപ്പോൾ ഈ രാമായണത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഭഗവാന്റെ നിയോഗത്താണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല. നമ്മുടേതായിട്ടുള്ള ഓരോ കർമ്മഫലങ്ങളും നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊതുവെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമേ നമുക്കുള്ളൂ. ആ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് മേൽഗതിയോ താഴ്ന്ന ഗതിയോ ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവിടെ അടുത്ത ഹരേ കൃഷ്ണ, ജയ ശ്രീരാം, ജയ ശ്രീരാം. അന്നേരം ഇവിടെ ദുഷ്ടമായിട്ടുള്ള ഒരു മന്ദര പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഭഗവാനെതിരെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ മന്ദര ഒരുവിധം ആ കൈകേയിയുടെ ഉള്ളിൽ വിഷത്തെ നിറയ്ക്കാൻ വിജയിച്ചു. അങ്ങനെ കൈകേയി വളരെ വിഷമത്താൽ ആ ഒരു സഭയിൽ ഇരിക്കുകയാണ്. വിഷമത്തിന് പൊതുവേ കൊട്ടാരത്തിലൊക്കെ പത്നിമാർ ദേഷ്യത്തിലോ വിഷമത്തിലോ ഇരിക്കുകയാണെങ്കിൽ അതിനായിട്ട് പ്രത്യേക ഒരു റൂമുണ്ട്. അന്നേരം പത്നി അവിടെ പോയി ഇരിക്കുമ്പോൾ ഭർത്താവിന് പെട്ടെന്ന് മനസ്സിലാവും എന്തോ ഒരു വിഷമമുണ്ട് എന്നൊക്കെ. കാരണം ഇവരെല്ലാം തിരക്കിലായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ ക്ഷേമവും അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഭഗവാൻ 16,108 ഭാര്യമാരുണ്ടെങ്കിലും 16,108 പേരുടെയും എല്ലാവിധ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ ഭഗവാന് പറ്റും 16,108 രൂപങ്ങളെടുത്തുകൊണ്ട്. പക്ഷെ രാജാക്കന്മാരെല്ലാ ഉത്തരവാദിത്വവും അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാ പത്നിമാരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിഷമമുള്ള പത്നിമാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്കായിട്ടൊരു അവർ വിഷമത്തിലാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു റൂമുണ്ട്. ആ ഒരു ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ കൈകേയി അവിടെ വിശദമായിട്ട് പറയുകയാണ്, ഈ കാരണങ്ങളാൽ അങ്ങ് എനിക്ക് ഈ ഒരു വരങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം അങ്ങയുടെ ജീവിതത്തിൽ നിന്നും അങ്ങയുടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ അന്നൊരു വരം ചോദിച്ചിരുന്നു. അന്നേരം അങ്ങ് പറഞ്ഞു വരം നൽകാമെന്ന് അങ്ങ് വാഗ്ദാനം നൽകിയിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം, ഇപ്പം ഞാനത് പറയുകയാണ് എന്ന് പറഞ്ഞു. എന്താണ് വേണ്ടത്? രാമനെ വനവാസത്തിലയക്കണം, അതുകൂടാതെ ഭരതനെ രാജാവാക്കണം എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ഒരുപാട് വിഷമം തോന്നുകയാണ്. ഒരുപാട് വിഷമം തോന്നി. അങ്ങനെ സുമന്ത്രൻ ശ്രീരാമഭഗവാന്റെ അടുത്തിട്ട് വന്നിട്ട് പറയുകയാണ്. കാരണം ദശരഥ മഹാരാജ് ഈ ഒരു കാര്യം ഭഗവാനെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ കൈകേയി തന്നെ പറയുകയാണ്, ഇത് അങ്ങ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം ഉണ്ടാവും. അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. വിശദമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം ചർച്ച ചെയ്യാം. അന്നേരം പല രീതിയിലും കൈകേയി വളരെയധികം നിർബന്ധിപ്പിക്കും.
ദശരഥ മഹാരാജാവിനെ പല രീതിയിൽ ഇമോഷണലി ടോർച്ചർ ചെയ്തുകൊണ്ട് അങ്ങനെ ദശരഥ മഹാരാജ ആകെ ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയത്താണ് സുഭദ്രനെ വിട്ടിട്ട് ശ്രീരാമനെ വിളിച്ചുകൊണ്ട് വരാൻ കൈകേയി പറയുകയും അന്നേരം അയോധ്യ മുഴുവൻ ഇതിലാണ്, വളരെയധികം ആനന്ദത്തിലാണ് ശ്രീരാമ ഭഗവാൻ അങ്ങനെ രാജാവാകാൻ പോവുകയാണ് എന്നതിനെക്കുറിച്ച്. കൈകേയി വളരെ ക്രൂര വചനങ്ങൾ അവിടെ പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ശ്രീരാമ ഭഗവാൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ലക്ഷ്മണ ഭഗവാൻ വളരെയധികം ദേഷ്യത്തിലാണ്. ലക്ഷ്മണനെ ഭഗവാൻ ആശ്വസിപ്പിക്കുകയാണ്. ലക്ഷ്മണൻ്റെ ക്രൂരമായിട്ടുള്ള വചനങ്ങൾ കൗസല്യാദേവിയുടെയും ആ ഒരു അനുവാദത്തോടു കൂടി കൗസല്യാദേവിയും രാമനോട് അവസാന വാക്കുകളൊക്കെ പറഞ്ഞു പിരിയുന്നതിന് മുമ്പേ. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ തീരുമാനം എന്താണ് എന്നതിനെക്കുറിച്ച് ശ്രീരാമചന്ദ്രമൂർത്തി സീതാദേവി അറിയിക്കുകയാണ്. സീതാദേവിയും ആഗ്രഹിക്കുന്നു കാട്ടിൽ രാമൻ്റെ കൂട്ടത്തിൽ ഇറങ്ങാനായിട്ട്. അന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി പല രീതിയിലും നിരുത്സാഹപ്പെടുത്തും സീതാദേവിയെ. പക്ഷേ സീതാദേവി ഉറച്ച് നിൽക്കുകയാണ്, ഞാനും കാട്ടിൽ വരണം. അങ്ങനെ ശ്രീരാമ ഭഗവാൻ സീതാദേവിയും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകുകയാണ്. അങ്ങനെ ലക്ഷ്മണസ്വാമിയും വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ശ്രീരാമ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ആഭരണാദികളെല്ലാം ഋഷിമാർക്കൊക്കെ ദാനമായിട്ട് കൊടുക്കുകയാണ്. ശ്രീരാമചന്ദ്രമൂർത്തി അദ്ദേഹത്തിൻ്റെ അച്ഛനെ കണ്ടു വണങ്ങി ശ്രീരാമ ഭഗവാൻ ദശരഥ മഹാരാജാവിനെ ആശ്വസിപ്പിക്കുകയും സുമന്ത്രൻ വളരെ ദേഷ്യപ്പെടുകയാണ്. കൈയെടുത്ത് പല രീതിയിലും സിദ്ധാർത്ഥൻ കൈകേയിയുടെ തീരുമാനത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൈകേയി മരയൂരി എടുത്തുകൊണ്ട് സീതാദേവിക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് വസ്ത്രമായിട്ട് മരയൂരിയൊക്കെ കൊടുക്കുകയാണ്. ദശരഥൻ വളരെയധികം ദേഷ്യപ്പെടുകയും അങ്ങനെ രാമൻ അമ്മമാരുടെ എല്ലാം അനുഗ്രഹം പിടിച്ചുകൊണ്ട് ശ്രീരാമ ഭഗവാൻ അയോധ്യയിൽ നിന്നും അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ദശരഥന് വലിയ വിഷമമായി, എല്ലായിടത്തും ദുഃഖമാണ്. വിഷമിക്കുകയാണ്. കൗസല്യാദേവി, സുമിത്രൻ, രാമൻ ബാക്കിയുള്ള പ്രജാജനങ്ങളോടും പറയുകയാണ്, നിങ്ങളെല്ലാവരും തിരിച്ചു പോകണം. അങ്ങനെ താമസാ നദിയുടെ തീരത്ത് രാമൻ ആ ഒരു രാത്രി ചെലവഴിക്കുകയാണ്. അയോധ്യാവാസികളെല്ലാം തമ്മി വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ രാമൻ അവിടുന്ന് കാട്ടിലേക്ക് പോവുകയാണ്. 3 നദികളും താണ്ടി ഇവിടെ ജന്മസ്ഥാനം വിട്ട് ഭഗവാൻ അയോധ്യ വിട്ടിട്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഗുഹനുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ അതൊക്കെ നോക്കാം. തം ജാഗൃതം മദ്ഹതംവേന ഭ്രാതുരർത്ഥായ ലക്ഷ്മണം ഗുഹ സംതാപ സംതപരാഘവം വാക്യം അബ്രവീത്. അന്നേരം പൊതുവെ ഭഗവാൻ കിടക്കുമ്പോഴും ഭഗവാനും സീതാദേവിയും കിടക്കുമ്പോൾ ആദ്യം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ലക്ഷ്മണസ്വാമി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയും അത് രണ്ടുപേരും കഴിക്കുന്നവരെ കഴിച്ചതിന് ശേഷം പിന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ മസാജ് ചെയ്യുകയും അങ്ങനെയാണ്. അതിനുശേഷം അവർ ശ്രീരാമ ഭഗവാനും സീതാദേവിയും കിടക്കുമ്പോൾ കാവലായിട്ട് ലക്ഷ്മണസ്വാമി ചുറ്റും നടക്കുന്നുള്ളതാണ്. ഈ 14 വർഷവും ലക്ഷ്മണസ്വാമി ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഗുഹൻ നോക്കിയപ്പോൾ, ഗുഹൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്. അന്നേരം ഗുഹൻ അവിടെ നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും തറയിൽ കിടക്കുന്നതായിട്ട് കണ്ടിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, രഘുവംശത്തിൻ്റെ കുലോത്തമൻ വളരെയധികം വിഷമത്തോടുകൂടി ഗുഹ ഇങ്ങനെ പറയണം, ഇയം താത് സുഖശയ്യ ത്വത് അർത്ഥം ഉപകൽപ്പിത പ്രത്യാശ്വാസി സദ്ഭ അസ്യാം രാജപുത്ര തഥാ സുഖം. ലക്ഷ്മണസ്വാമിയുടെ അടുത്ത് എന്ന് പറയാം. ലക്ഷ്മണസ്വാമി കാവലായിട്ട് ഇരിക്കുമ്പോൾ, സുഹൃത്തെ, ഈ ഒരു വളരെ
നമുക്കൊരുപാട് ആനന്ദം നൽകുന്ന ഒരു സൗകര്യത്തോടു കൂടിയുള്ള ഈ ഒരു കിടക്ക അങ്ങ് സ്വീകരിക്കാം. നല്ലപോലെ റെസ്റ്റ് എടുക്കൂ രാജകുമാര എന്ന് പറഞ്ഞു. ഉചിതായം ജനാ സർവ ക്ലേശാനാം തം സുഖമുചിത മുക്തിയർത്ഥം ജാഗൃഷ്യാം കാകുതസ്യ വയം നിശാം. ഗുഹൻ പറയുകയാണ്, നമുക്കെല്ലാവർക്കും പൊതുവെ ഇങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അതൊരു ശീലമായിട്ടിരിക്കുകയാണ്. പൊതുവെ അങ്ങ് സുഖസൗകര്യത്തോടു കൂടി രാജകൊട്ടാരത്തിൽ ജീവിച്ച ആളാണ്. അതുകൊണ്ട് രാത്രി നമ്മൾ ഉറങ്ങാതിരിക്കാം രാമൻ്റെ സംരക്ഷണാർത്ഥം എന്ന് പറയുക. ന ഹി രാമാത് പ്രിയതര മമ അസ്തി ഭുവി കശ്ചന ബ്രവീമ്യ ഏതത് അഹം സത്യം സത്യേന ഏവ ച ദേശപേ. ഗുഹൻ പറയുകയാണ്, രാമനല്ലാതെ എനിക്ക് വേറെ ആരും പ്രിയങ്കരനല്ല. അതുകൊണ്ട് ഞാൻ സത്യത്തിൻ്റെ പേരിൽ പറയുകയാണ്, ധർമ്മത്തിൻ്റെ പേരിൽ പറയുകയാണ്, ഞാൻ തീർച്ചയായിട്ടും കാവൽ നിൽക്കാം രാമന് വേണ്ടി എന്ന് പറയാം. അസ്യ പ്രസാദാത ശംസേ ലോകേ അസ്മിൻ സുഹൃദേശ ധർമ്മ അവാപ്തിം ച വിപുലാം അർത്ഥ അവാംപിത ച കേവലാം. ഗുഹൻ പറയുകയാണ്, ഇത്രയധികം സമ്പത്തും ഐശ്വര്യമൊക്കെ എനിക്ക് വന്നത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അനുഗ്രഹത്താലാണ്. സോ അഹം പ്രിയ സഖം രാമം ശയനം സഹ സീതയാ രക്ഷ്യാമി ധനുഷ പാണി സർവതജ്ഞാതിഭി സഹ. അന്നേരം ഞാനും എൻ്റെ അനുയായികളും നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ സംരക്ഷിക്കുകയും സീതാസമേതനായിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെ എല്ലാ ദിവസവും സംരക്ഷിക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ 14 വർഷവും അങ്ങ് ഇവിടെ തന്നെ ഗുഹൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. നാഹിമേ അവിദിതം കിഞ്ചിത് വനേ അസ്മിൻ ചരത സദാ ചതുർ അംഗം ഹി അഭിബലം സുമുഹത് പ്രസഹേമഹി. ഈ ഒരു കാട്ടിൽ എന്താണ് എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയാത്തതായിട്ടില്ല. എവിടെയൊക്കെ ഞാൻ സന്ദർശിക്കുന്നു അവിടെയൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ ലീലയായിട്ട് ബന്ധപ്പെട്ടതിൽ കാണാൻ പറ്റുന്നു. അതുകൊണ്ട് വലിയൊരു ശക്തമായിട്ടുള്ള ഒരു സൈന്യം വന്നാലും, അതായത് ആന, കുതിര, രഥം, കാൽപടയാളികൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന ഈ സൈന്യം വന്നാലും അവരെയൊക്കെ തടുത്തു നിർത്താൻ നമുക്ക് ശ്രമിക്കാം. ലക്ഷ്മണാതം തദുവാച രക്ഷ്യമാണത്വയനഘ ന അത്ര ഭീതാവയം സർവധർമ്മം ഏവ അനുപശ്യത. അതിനുശേഷം ലക്ഷ്മണസ്വാമി ആ ഗുഹനോട് ഇങ്ങനെ പറഞ്ഞു, പാപരഹിതനായിട്ടുള്ള ഗുഹ, നീയാൽ സംരക്ഷിതനായതുകൊണ്ട് നീ എപ്പോഴും നിൻ്റെ ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് ശരിയെന്ന് വയ്ക്കുന്നത്. നമുക്കെല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുകയാണ് എന്ന് പറഞ്ഞു. കഥം ദാശരഥോ ഭൂമൗ ശയാനേ സഹ സീതയാ ശക്യനിദ്ര മയാ ലബ്ധും ജീവിതം വാ സുഖാനി. അന്നേരം ദശരഥപുത്രനായിട്ടുള്ള ആ ഒരു ശ്രീരാമചന്ദ്രമൂർത്തി സീതാസമേതനായിട്ട് തറയിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ഉറങ്ങാനോ ഈ ലോകത്തിലുള്ള ആസ്വാദന വിഷയത്തെ ആസ്വദിക്കാനോ പറ്റുന്നത്? യോനദേവാസുരൈ സർവേ വാക്യ പ്രസഹിതം യുധി തം പശ്യ സുഖം സാമിത്വ തൃണേഷു സഹസീതയാ. ഈ ഒരു രാമൻ ഒരിക്കലും ശത്രുക്കൾക്കോ ദേവന്മാർക്കോ ദാനവന്മാർക്കോ ഭഗവാനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അതേ ഭഗവാൻ താൻ നിൽക്കുന്നു ഒരു വെറും തറയിൽ സീതാദേവിയായിട്ട് കിടക്കുകയാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. യോ മന്ത്രതപസാലബ്ധോ വിവിധൈ ച പരിശ്രമേ
ഏകോ ദശരഥസ്യ ഏഷ പുത്ര സദൃശലക്ഷണ അസ്മിൻ പ്രവ്രജേത് രാജാന ചിരൻ വർത്തഷ്യതി വിധ്വാ മേദിനി നൂനം ക്ഷിപ്രം ഏവം ഭവിഷ്യതി. അപ്പോഴാണോ ദശരഥ മഹാരാജാവിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ശ്രീരാമ ഭഗവാനിൽ കാണാൻ പറ്റുന്നുണ്ട്. എത്രയോ മുൻജന്മത്തിൽ ചെയ്ത തപസ്യയുടെയും ഇതിൻ്റെ യജ്ഞത്തിൻ്റെയൊക്കെ ഫലമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒത്തൊരുങ്ങി വരുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം അവർക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് രാജാവ് ഭഗവാൻ ആ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ദശരഥ മഹാരാജാവിന് ഒരുപാട് കാലം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. യോ മന്ത്രതപസാ ലബ്ധോ വിവിധൈ ച പരിശ്രമൈ ഏകോ ദശരഥസ്യ ഏഷ പുത്ര സദർശലക്ഷണ അസ്മിൻ പ്രവ്രജിത രാജാന ചിരം വർത്തിഷ്യതി വിധവാ മോഹിനി നൂനം ക്ഷിപ്രം ഏവ ഭവിഷ്യതി. വിനദ്യ സുമഹാനാദം ശ്രമേണ ഉപരതാ സ്ത്രിയ നിർദോഷ ഉപരതരം താത മന്യേ രാജം നിവേശനം. അന്നേരം ഇങ്ങനെയുള്ള രീതിയിൽ ഓരോ കാര്യത്തിലും ഗുഹൻ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, അങ്ങ് ഭഗവാൻ ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള. കൗസല്യ ചൈവ രാജന തഥൈവ ജനനിമം ന ആശംസേ യതി ജീവന്തി സർവേ തേ ശർവരീമാം. അന്നേരം ഇവിടെ ലക്ഷ്മണസ്വാമി പറയുകയാണ്, ഞാൻ കൗസല്യ, ദശരഥൻ, എൻ്റെ അമ്മ ആരും ജീവനോടിരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. ജീവേദബീഹി മേ മാഥ ശത്രുഘ്നസ്യ അന്വവേക്ഷയ തദ്ദുഃഖം യത്തു കൗസല്യ വിരസൂർവിനിഷ്യതി. പിന്നെ ശത്രുഘ്നനെ കാണാനായിട്ട് അതിൻ്റെ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് കൗസല്യ അല്ലേ, ശ്രീരാമ ഭഗവാന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ വിഷമമായിരിക്കും എല്ലാവർക്കും. അനുരക്ത അകീർണ സുഖ ആലോകപ്രിയ ആവഹ രാജ വ്യസന സംസൃഷ്ട സ പുരി വിനശിഷ്യതി. അയോധ്യ പൊതുവെ ഭക്തരുടെ ഒരു കൂട്ടം ഭക്തർ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ എല്ലാവരുടെയും സന്തോഷം എല്ലായിടത്തും നമുക്ക് എത്തിക്കുകയാണ്. കാരണം അവരുടെ എല്ലാവരുടെയും സന്തോഷവും സമാധാനമായിരുന്നു ശ്രീരാമചന്ദ്രമൂർത്തി. അത് പോയതോടുകൂടി അവരുടെ ജീവിതത്തിലെ സന്തോഷവും സുഖവും എല്ലാം പോയിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ദുഃഖത്തിലായിരിക്കുന്നുണ്ട്. കഥം പുത്രം മഹാത്മാനം ജ്യേഷ്ഠ പ്രിയമവസ്യത ശരീരം ധാരയുഷ്യന്തി പ്രാണ രാജ്ഞോ മഹാത്മന. എങ്ങനെയാണ് ആ മൂത്ത മകനായിട്ടുള്ള ശ്രീരാമചന്ദ്രമൂർത്തി ഇല്ലാതെ അവരുടെ പ്രാണനെ അവർക്ക് നിലനിർത്താൻ പറ്റുന്നത്? വിനഷ്ടേ നൃപതോ പശ്ചാത് കൗസല്യ വിനിശിഷ്യതി അനന്തരം ച മാതാപി മന നാശമുപശ്യതി. അങ്ങനെ ദശരഥ മഹാരാജാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൗസല്യാദേവിക്കും എന്തെങ്കിലും സംഭവിക്കും. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറയുകയാണ്.
അതിക്രാന്തം അന്വാപ്യ മനോരഥം രാജ്യേ രാമം അനിശിഷ്യ ഇതേ മേ വിനശിഷ്യതി. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തിയെ പട്ടാഭിഷിക്തനാകാതെ പറ്റിയത് അങ്ങനെ ആയതുകൊണ്ട് ശ്രീ ദശരഥ മഹാരാജാവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹം ഈ ലോകം കൊടുന്നതിന് മുമ്പേ ഭഗവാനെ രാജാവായിട്ട് കാണുക എന്നത്. സിദ്ധ അർത്ഥാപിതരം വൃത്തം തസ്മിൻ കാലേ ഹി ഉപസ്ഥിതൈ പ്രേമകാര്യേഷു സർവേഷു സംസ്കാരിഷ്യതി ഭൂമിപം. ആരാണോ ഭാഗ്യശാലികൾ അവർക്ക് മാത്രമേ ആ ഒരു ദശരഥ മഹാരാജാവിൻ്റെ ആ ഒരു വിയോഗം സ്വീകരിക്കാൻ പറ്റൂ. അങ്ങനെ ആ ഒരു വിഷമഘട്ടത്തിലൂടെ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പോവുകയാണ്. രമ്യ ചത്വരാ സംസ്ഥാനം സുവിഭക്ത മഹാപഥം ഹർമ്യപ്രസാദ സമ്പന്നാം ഗണികാവരശോഭിതാം രഥ അശ്വരാജ സംവാദാം തൂര്യനാദ വിനിതാം സർവകല്യാണ സമ്പൂർണാം ഹൃഷ്ടപുഷ്ടജനാകുലാം ആരാമുദ്ധ്യാൻ സമ്പന്നനാം സമാജോത്സവശാലീനം സുഖിതാ വിചാരിഷ്യന്തി രാജധാനീം വിതുര മമ. അന്നേരം ആ ഒരു പ്രജകളെല്ലാം അവിടെ എല്ലാവരും അവിടെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാ രീതിയിലുള്ള സുഖസമൃദ്ധി എല്ലാം ഉണ്ടെങ്കിലും ഭഗവാൻ ഇല്ലാത്ത ഒരു വിഷമം എല്ലാവരുടെ ഉള്ളിലും കാണുകയാണ്. അഭിജീവേശ്വരത്തോ വനവാസാത് പുനർവ്യയം പ്രത്യാഗമ്യ മഹാത്മാനഭി പശ്യേമ സുബ്രതം. അന്നേരം ദശരഥ മഹാരാജാവ് ജീവനോടെ കാണുമോ? ആ ഒരു വനവാസത്തിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ദശരഥ മഹാരാജാവിനെ വീണ്ടും കാണാൻ പറ്റുമോ? എന്നാൽ ഇതെല്ലാം ലക്ഷ്മണസ്വാമി ഗുഹനോട് പറയുകയാണ്. അപി സത്യപ്രതിജ്ഞേന സാധർമ്മം കുശലിതാവയം നിവൃത്തെ വനവാസേ അസ്മിൻ അയോധ്യാം പ്രവേശിമഹി. നമുക്ക് പിന്നെ ആ ഒരു അയോധ്യയിലേക്ക് സുരക്ഷിതമായിട്ട് എത്താൻ പറ്റുമോ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോൾ ആരാണ് അവരുടെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയാം. പരിദേവ്യമാനസ്യ ദുഃഖ ആർത്തസ്യ മഹാത്മാന തിഷ്ഠത് രാജപുത്രസ്യ ശർവരീ സ അന്ത്യവർത്തത്. അങ്ങനെ ഇതെല്ലാം ഓർത്ത് ലക്ഷ്മണസ്വാമി വിഷമിച്ചിരുന്നപ്പോൾ അങ്ങനെ തറയിലിരിക്കുകയാണ്. ദേഷ്യത്തോടു കൂടിയും ആ ഒരു വിഷമത്തോടു കൂടിയും ആ ഒരു രാത്രി പിന്നിടുകയാണ്. തഥാ ഹി സത്യം ബ്രവതി പ്രജാഹിതേ നര ഇന്ദ്രൈ പുത്രേ ഗുരു സൗഹൃദാത് ഗൃഹേ സുമോച ബാഷ്പം വ്യസന വിപീഡിത നിരാതുർനാഗേവ വ്യഥാതുരഃ. ലക്ഷ്മണസ്വാമി ദശരഥപുത്രൻ എല്ലാ ജനങ്ങളുടെയും നന്മ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ ഒരു വിഷമത്താലും ഉള്ളിലുള്ള ഭഗവാനോടുള്ള സന്തോഷത്താലും ഇങ്ങനെ പറയുകയാണ്. പ്രഭാതായാം തു ശർവയാമം പൃഥു വൃക്ഷമഹായശ ഭാചരാമ സൗമിത്രീം ലക്ഷ്മണം ശുഭലക്ഷണം. അങ്ങനെ ആ ഒരു രാത്രി പിന്നിടുകയാണ്. ശ്രീരാമചന്ദ്രമൂർത്തി ആ ഒരു ശക്തമായിട്ടുള്ള ഒരു വക്ഷസ്ഥലമുള്ള ശ്രീരാമചന്ദ്രമൂർത്തി സൗമിത്രി പുത്രനായിട്ടുള്ള ലക്ഷ്മണ സമേതനായിട്ട് എല്ലാ രീതിയിലും ശുഭലക്ഷണങ്ങൾ അദ്ദേഹത്തിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭാസ്കര ഉദയകാലോ അയം ഗതാ ഭഗവതി നിശ അസോ സുകൃഷ്ണോ വിഹ കോകില താത പൂജിത. എൻ്റെ പ്രിയ സഹോദര, ഇപ്പോൾ സൂര്യൻ ഉദിക്കാറായി. ആ ഒരു ശുഭരാത്രി പിന്നിട്ടു. എല്ലാ കിളികളുമൊക്കെ കരയാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ബർഹിണാനാം ച നിർദോഷ ശ്രൂയതേ നദതാം വനേ
തരാമജഹ്വീർ സൗമ്യ ശീഘ്രഗാം സാഗരം ഗമാം. ആ ഒരു മയിലിൻ്റെയൊക്കെ കരച്ചിൽ കേട്ടോ, കാട്ടിൽ നിന്നുള്ള. ഇനി പെട്ടെന്ന് തന്നെ ഗംഗാ നദീ തീരം താണ്ടി അപ്പുറത്തായിട്ട് പ്രവേശിക്കണം എന്ന് പറഞ്ഞു. വിജ്ഞായ രാമസ്യ വച സൗമിത്രീർമിത്രനന്ദന ഗുഹ്യം ആമന്ത്രസ്യ സുതം സചോ ദിഷ്ടഭ്രാതുരഗ്രഥ. ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലായപ്പോൾ ലക്ഷ്മണസ്വാമി ബാക്കിയുള്ള സുഹൃത്തുക്കളെയും എല്ലാവരെയും വിളിച്ചു വരുത്തി ശ്രീരാമ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഗുഹനും സുമന്ത്രനും എല്ലാവരും ആ ഒരു ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. സദോ രാമസ്യ വചനം നിശമ്യ പ്രതിഗൃഹ്യ ച സ്തപതി സ്തൂർണമാഹുയ സചിവാനിദമബ്രവീത്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, എനിക്ക് ഭഗവാൻ അപ്പുറത്ത് കിടക്കണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഉടൻ തന്നെ ആ ഒരു അദ്ദേഹം ഭഗവാനെ ഗുഹൻ അപ്പുറത്ത് കിടത്താനായിട്ട് ബാക്കിയുള്ള മന്ത്രിമാരെയൊക്കെ വിളിക്കുകയാണ്. അസ്യാവാഹന സംയുക്തകാം കർണഗ്രാഹമതീം ശുഭാം സുപ്രതാരാം ദൃഢാം ദീർഘ ശീഘ്രം നാമമുപാഹര. ഉടൻ തന്നെ നല്ല ശക്തമായിട്ടുള്ള ഒരു ബോട്ട് നിർമ്മിക്കട്ടെ, അത് നല്ല രീതിയിൽ സഞ്ചരിക്കാനും അത് ഓട്ടിക്കാനും അതിനെ നയിക്കാനുമായിട്ട് നല്ല ആൾക്കാരും വേണം. ഇതൊരു ഇതിഹാസ നിമിഷമാക്കാൻ ഈ ഒരു ഭഗവാനെ അപ്പുറത്തായിട്ട്, ഈ ഗംഗാതീരത്തിൻ്റെ അപ്പുറത്തായിട്ട് ഗംഗാതീരത്തിൻ്റെ അപ്പുറത്തായിട്ട് കടത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. തം നിശമ്യ സമാദേശം ഗുഹമാത്യഗണോ മഹാൻ ഉപോഹ്യ രുചിരാം നാമം ഗുഹ്യം പ്രത്യവേദയത്. ഇങ്ങനെ കേട്ടപ്പോൾ ആ ഗുഹൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹം വളരെ സുന്ദരമായിട്ടുള്ള ആ ഒരു വള്ളം കൊണ്ടുവരികയാണ്. എന്നിട്ട് ഗുഹൻ്റെ അടുത്ത് പറയുകയാണ്, തദസംഭ്രാഞ്ജലർഭുത്വ ഗുഹോ രാഗമബ്രവീത് ഉപസ്ഥിതേയം നൗർദേവം ഭൂയ കിം കർവാണി തേ. എന്നിട്ട് ഗുഹൻ കൈകൾ ഇങ്ങനെ നമിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, ഭഗവാനെ, ആ ഒരു വള്ളം വന്നിരിക്കുകയാണ്, ഇനി എന്താണ് ഞാൻ അങ്ങയിൽ നിന്ന് ഇനി ചോദിക്കേണ്ടത്? അങ്ങനെ ഗുഹനും ഭഗവാനുമായിട്ട് ഒരുപാട് മൈത്രി ബന്ധത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് അടുത്തതെന്ന്. ഇനി ഭഗവാൻ ഗുഹനുമായിട്ടുള്ള ഒരു സംവാദം നമ്മളതെല്ലാം പഠിച്ചു. അതിനുശേഷം ആ ഒരു വള്ളം റെഡിയാകുകയും എന്നിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി എങ്ങനെയെങ്കിലും ലക്ഷ്മണനെ പറഞ്ഞയക്കാൻ നോക്കുകയാണ്. പക്ഷെ ലക്ഷ്മണൻ പോകത്തില്ല. അങ്ങനെ ഭരദ്വാജ ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചിത്രകൂടത്തിലേക്കുള്ള ആ ഒരു യാത്രയെക്കുറിച്ച് ഭഗവാനോട് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചിത്രകൂട പർവ്വതത്തിൻ്റെ കഥയും സുമന്ത്രനെ ഭഗവാൻ വീണ്ടും അയോധ്യയിലേക്ക് പറഞ്ഞയക്കുകയും അങ്ങനെ സുമന്ത്രൻ ഭഗവാൻ അയച്ച സന്ദേശത്തെക്കുറിച്ചൊക്കെ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടുടൻ തന്നെ ദശരഥ മഹാരാജാവിന് വളരെയധികം വിഷമം തോന്നുകയാണ്. എന്നാൽ പല രീതിയിൽ ശ്രമിച്ചിട്ടും കൗസല്യാദേവിയെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പല രീതിയിലുള്ള വചനങ്ങളാൽ കൗസല്യാദേവി ദശരഥ മഹാരാജാവിനെ വളരെയധികം ദേഷ്യത്തോടു കൂടി കുറേ വാക്കുകളൊക്കെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ ബോധം മറയുകയും
അങ്ങനെ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഏറ്റു പറയുകയും പിന്നെ ദശരഥ മഹാരാജാവ് ഒരുപാട് കുറ്റബോധത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പറയുകയും അങ്ങനെ ദശരഥ മഹാരാജാവ് ഈ ലോകം വിടുകയാണ്. കൗസല്യാദേവി ഒരുപാട് കൈകേയിക്കെതിരെ സംസാരിച്ചു. അങ്ങനെ ബ്രാഹ്മണരെല്ലാം വസിഷ്ഠനോട് പറയുകയാണ് ഒരു യുവാവിനെ രാജാവായിട്ട് സ്വീകരിക്കാൻ. അങ്ങനെ വസിഷ്ഠ മുനി ഭരതനെയും ശത്രുഘ്നെയും തിരിച്ചു വിളിക്കാൻ പറയുകയാണ്. അവർ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു, കൈകേയിയുടെ രാജ്യത്തിൽ. അന്നേരം അതിനു മുമ്പായിട്ട് ഭരതൻ ശത്രുഘ്നോട് പറയുകയാണ് ഒരു ദുസ്വപ്നം കണ്ടതിനെക്കുറിച്ചും ആ സമയത്ത് തന്നെയാണ് ആ ഒരു കൊട്ടാരത്തിൽ സന്ദേശം കൊണ്ട് ഒരാൾ പോകുന്നതും. അങ്ങനെ ഭരതസ്വാമി തിരിച്ച് അയോധ്യയിലെത്തുകയും അന്നേരം കൈകേയി ഒരു വിഷമത്തോടു കൂടിയല്ല, എന്തോ ഒരു പ്ലാൻ അനുസരിച്ച് എല്ലാം നടന്നതുപോലെ ആ ഒരു സന്തോഷാധിക്യത്താൽ ഭരതസ്വാമി ഇതെല്ലാം പറയുകയാണ്. ഭരതസ്വാമി വളരെയധികം കുപിതനായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൈകേയിക്കെതിരെ സംസാരിക്കുകയും അങ്ങനെ ഭരതൻ സ്വാമി പ്രതിജ്ഞ എടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഞാൻ ശ്രീരാമചന്ദ്രമൂർത്തിയെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഭരതസ്വാമിയും ശത്രുഘ്നും കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ദേവിയെ ആശ്വസിപ്പിക്കാനും ക്ഷമ ചോദിക്കാൻ അങ്ങനെ വസിഷ്ഠ മുനി കുറേ കാര്യങ്ങൾ ഭരതസ്വാമിക്ക് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ ഭരതൻ ശത്രുഘ്നും വളരെയധികം വിഷമിച്ച് അച്ഛൻ്റെ ശേഷക്രിയകളൊക്കെ ചെയ്തു. ശത്രുഘ്നൻ അവിടെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ തന്നെ മന്ധര ഉണ്ടായിരുന്നു. മന്ധരയെ വളരെയധികം ക്രോധത്തോടു കൂടി ശത്രുഘ്നെ ഇപ്പോൾ വധിക്കൂന്ന് തന്നെ ആയിരുന്നു. പക്ഷേ ഭരതസ്വാമി പറയുകയാണ് നമ്മളിത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലും ബാക്കിയുള്ള ബ്രാഹ്മണശ്രേഷ്ഠ എല്ലാവരും പറഞ്ഞു അങ്ങ് അയോധ്യ രാജ്യത്തിൽ സ്വീകരിക്കണം എന്ന്, ഭരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭരതസ്വാമി തയ്യാറാവത്തില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. വലിയൊരു പാത തന്നെ നിർമ്മിച്ചു അവിടെ. അങ്ങനെ ഭരതസ്വാമിയും ശത്രുഘ്നും ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് അവരാരും ആ ഒരു രാജ്യത്തിലിരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭരതസ്വാമി ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണാൻ വേണ്ടി പോവുകയും ഗുഹൻ നല്ല രീതിയിൽ ഭരതസ്വാമിയെ സ്വീകരിക്കുകയും എന്നിട്ട് ഭരതസ്വാമി നന്ദി പറയുകയും ചെയ്തു. ഗുഹൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ, ഗുഹൻ്റെ ആ ഒരു കാരുണ്യത്താൽ, ഭഗവാന് വേണ്ടി ചെയ്ത സേവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ഗുഹൻ ആ ശ്രീരാമചന്ദ്രമൂർത്തി താമസിച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നത് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഭരതസ്വാമിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഗുഹ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭരതസ്വാമി അങ്കുലി മരത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഗുഹനോട് പറഞ്ഞു, അദ്ദേഹം അവിടുത്തെ രാജാവാണ് ഗുഹൻ. ആ ഒരു വള്ളം ആയിട്ട് ജീവിക്കുന്ന ആ ഒരു വ്യക്തി, ആ ഒരു കുടുംബത്തിൻ്റെ കുറേ കുടുംബങ്ങൾ ചേർന്ന ഒരു വലിയൊരു രാജ്യം തന്നെയാണത്. അന്നേരം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മുടെ സൈന്യത്തെ മുഴുവൻ അപ്പുറത്താക്കണം എന്നതിനെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ മുന്നോട്ട് ഭരദ്വാജ ആശ്രമത്തിൽ ചെല്ലുകയും ഭരദ്വാജ സ്വാമിയും ഭരദ്വാജ മുനിയും ഭരതന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്വീകരണം കൊടുക്കുകയും എന്നിട്ട് ഭരതസ്വാമി ഭരദ്വാജനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഭരതസ്വാമിയും ബാക്കിയുള്ള സൈന്യം മുഴുവൻ ചിത്രകൂട പർവ്വതത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് ശ്രീരാമചന്ദ്രമൂർത്തി സീതാസമേതനായിട്ടിരുന്നു കൊണ്ട് ആ ഒരു ചിത്രകൂട അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സീതാദേവിയും ശ്രീരാമഭഗവാനും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മന്ദാകിനി നദിയുടെ തീരത്തായിട്ട് സമയം ചെലവഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് ശ്രീരാമചന്ദ്രമൂർത്തി വലിയൊരു സൈന്യവ്യൂഹം വരുന്നതായിട്ട് ശബ്ദം കേൾക്കുകയും
ഇത് കേട്ടിട്ട് ലക്ഷ്മണസ്വാമി എന്തു ചെയ്യും? ഭഗവാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കൂ, എന്താണ് ഉയരത്തിൽ നിന്ന് നോക്കൂ, എന്താണ് വരുന്നത്, ആരാണ് വരുന്നതെന്ന് അങ്ങനെ നോക്കിയപ്പോൾ ലക്ഷ്മണസ്വാമി കാണുന്നു ഭരതൻ വരുന്നതായിട്ട്. അങ്ങനെ ഭരതനെ തെറ്റിദ്ധരിച്ച് ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മണസ്വാമി പറയുകയാണ്. ശ്രീരാമചന്ദ്രമൂർത്തി അങ്ങനെ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ ഭരതസ്വാമി ഭഗവാനെ ഇങ്ങനെ അന്വേഷിച്ച്, ഭഗവാന്റെ കുടിൽ എവിടെയാണ് ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അവസാനം ഭരതസ്വാമി ഭഗവാനെ കണ്ടു. അന്നേരം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അന്നേരം ഭരതസ്വാമി ശ്രീരാമ ഭഗവാനോട് ആ ഒരു ദശരഥ മഹാരാജാവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിഷമഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അങ്ങനെ ഭരതസ്വാമി വളരെയധികം വിഷമത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് ശ്രീരാമഭഗവാനോട്, അയോധ്യയിൽ എങ്ങനെയെങ്കിലും അങ്ങ് തിരിച്ചു വരണം. പക്ഷേ ഇത് കേട്ട ഉടൻ തന്നെ ശ്രീരാമചന്ദ്രമൂർത്തി ബോധം കെട്ട് വീഴുകയാണ്. അച്ഛൻ പോയ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെ അങ്ങനെ വസിഷ്ഠ മുനിയും അവിടെ എത്തുകയും ഭരതസ്വാമി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് കൊട്ടാരം രാജ്യാധികാരം സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഭരതസ്വാമി ബുദ്ധിപരമായിട്ട് പല കാരണങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എന്തുകൊണ്ട് അങ്ങ് ഈ ഒരു രാജ്യാധികാരം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഭരതസ്വാമി ദശരഥ മഹാരാജാവ് പറയുകയാണ്, ആ ഒരു ദശരഥ മഹാരാജാവിൻ്റെ ആ ഒരു പ്രതിജ്ഞയും അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു പ്രതിജ്ഞാബദ്ധനായിട്ടാണ് ദശരഥ മഹാരാജാവ് ഇത് ചെയ്തതൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരാൾ പല രീതിയിലും കർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അങ്ങ് തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഭഗവാൻ നല്ല മറുപടി കൊടുക്കുകയും എങ്ങനെയാണ് സൃഷ്ടിയുടെ പുറകിൽ ഭഗവാനുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തി അവസാനം പറയുകയാണ്, തീർച്ചയായിട്ടും അത് 14 വർഷം കഴിയാതെ എനിക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഭഗവാന്റെ പാദകം എടുത്തുകൊണ്ട് ഭരതസ്വാമി നേരെ അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭരതസ്വാമി നന്ദിഗ്രാമം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ നിൽക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രമൂർത്തി കാണുന്നത് അവിടെയുള്ള മുനിമാരെല്ലാവരും വളരെയധികം വിഷമത്തിലാണ്, അവരെല്ലാം രാക്ഷസന്മാരെക്കുറിച്ചുള്ള ഭയത്തിലാണ് എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചിത്രകൂട പർവ്വതം ഭഗവാൻ വിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് അനസൂയ ദേവിയെ കാണുന്നതും സീതാദേവിയെടുത്ത് അനസൂയ ദേവി ആ ഒരു പാതിവൃത്യ ധർമ്മത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. സീതാദേവിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഈ ഗിഫ്റ്റുകളും അത് പല രീതിയിലുള്ള അലങ്കരിക്കാനുള്ള ആ ഒരു വസ്തുവകളും പിന്നെ ആഭരണങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ അനസൂയ ദേവി സീതാദേവിക്ക് കൊടുക്കുകയാണ്. ഈ കിട്ടിയ സമ്മാനങ്ങളൊക്കെ അത് ശ്രീരാമ ഭഗവാനെയും സീതാദേവി കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം ഇത് നമ്മളൊരു ചുരുക്കത്തിലാണ് ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഓരോരോ ലീലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കൂടുതലായിട്ട് പോയില്ല. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്ത് അടുത്ത അധ്യായം നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 2 കാണ്ഡം നമ്മൾ ഒരുവിധം ഓടിച്ചു പഠിച്ചു. പിന്നെ ബാലകാണ്ഡത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ആയുധന കലകളൊക്കെ പഠിച്ചു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടില്ല. പക്ഷേ വിശ്വാമിത്ര മുനി വാൽമീകി ഋഷി എഴുതുമ്പോൾ ഭഗവാന്റെ ആ ഒരു ഡയറക്റ്റ്ലി വിശ്വാമിത്ര മുനി വരുന്ന ആദ്യം ഭഗവാന്റെ ജനനം, അതിനുശേഷം വിശ്വാമിത്രി മുനി വരുന്ന ആ ഒരു രംഗമാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാനെയും കൊണ്ട് പോവുകയും അങ്ങനെ താടകാപദം നടക്കുകയും അതൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം മിഥിലയിൽ പോയി വില്ലൊടിക്കുകയും അങ്ങനെ സീതാദേവിയായിട്ടുള്ള വിവാഹം നടക്കുകയും അതിനുശേഷം അയോധ്യാകാന്ഡം ഭഗവാൻ സന്തുഷ്ടനായിട്ട് എല്ലാ ബാക്കിയുള്ള സഹോദരന്മാരുമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഭഗവാൻ സന്തോഷമായിട്ട് അവിടെ വസിക്കുന്ന സമയത്ത് മന്ധര കൈകേയുടെ ഭഗവാനെ പട്ടാഭിഷിക്തനാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു.
ആ സമയത്താണ് മന്ദര ചെന്ന് കൈകയുടെ ഹൃദയത്തെ മാറ്റുന്നത്. അങ്ങനെ ദശരഥ മഹാരാജ വളരെയധികം വിഷമത്തിലാവുകയാണ്. കാരണം കൈകി ഒരു 2 വരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ നിറവേറ്റാൻ ഒട്ടും താല്പര്യമില്ല ദശരഥ മഹാരാജാവ്. നേരത്തെ നമ്മൾ കണ്ടില്ല, വിശ്വാമിത്ര മുനി വന്നിട്ട് ഒരു 10 ദിവസത്തേക്ക് മാത്രം ചോദിച്ചു ഭഗവാനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. 10 ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് മാറ്റി നിൽക്കാൻ പറ്റത്തില്ല. അന്നേരം ഇങ്ങനെ നമ്മൾ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരണ്യകാണ്ഡവും നമ്മൾ ആരംഭിക്കുകയാണ്. ഇനിയുള്ള ചരിതങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ജയ്, ലക്ഷ്മണസ്വാമി കി ജയ്, സീതാസമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ജയ്, ഹനുമത് സ്വാമിക്ക് ജയ് കൃഷ്ണ. ഇനി നമുക്ക് വൈകുന്നേരം 6 മണിയുടെ സത്സംഗത്തിൽ കാണാം. അന്നേരം ഇതുവരെ നമ്മൾ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും ഒരുവിധം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഇതിൽ കൂടുതലും നമ്മൾ ചുരുക്കത്തിലാണ്, കൂടുതലും ആ ഒരു വിഷമഘട്ടങ്ങളും ഭഗവാൻ എങ്ങനെയാണ് അവിടെ അയോധ്യയിൽ നിന്നും ഇറങ്ങുന്നതെന്നും അയോധ്യവാസികൾക്കെല്ലാം ഭഗവാനെക്കുറിച്ച് ഓർത്ത് വളരെ വിഷമം തോന്നുന്നതും ഗുഹനും ഭഗവാനുമായിട്ടുള്ള ഒരു സ്നേഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ. ലക്ഷ്മണസ്വാമിയുടെ ത്യാഗം, അങ്ങനെ ഭരതസ്വാമി വന്നിട്ട് ഭഗവാനോട് പറയുകയാണ് ഈ ഒരു പാതകം എങ്കിലും അങ്ങ് നൽകണം എന്നതിനെക്കുറിച്ച് പറയുകയാണ്. അങ്ങ് തന്നെയായിരിക്കും ഭരണം, ഞാൻ അങ്ങയുടെ കാവൽക്കാരനായിട്ട് എല്ലാ കാര്യങ്ങളും നന്ദിഗ്രാമത്തിൽ വെച്ച് നോക്കാം. എങ്ങനെയാണോ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു വനവാസിയായിട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ഭരതസ്വാമിയും ആ ഒരു കൊട്ടാരത്തിൽ താമസിക്കാതെ ഒരു നന്ദിഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ഭക്തി ആചരിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീരാമചന്ദ്രമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് 14 വർഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അയോധ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും അങ്ങനെയാണ് കാര്യങ്ങൾ പോയത്. ഇനി നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണം കി ജയ, ശ്രീ പ്രഭുപാദ് കി ജയ.